2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിനെ പുത്തൻകുരിശ് പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. പി ശ്രീനിജൻ MLA ജാതീയമായി അധിക്ഷേപിച്ച കേസിലാണ് ചോദ്യം ചെയ്യൽ. MLAയുടെ പരാതിയിൽ സാബുവിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. അപ്പോൾ സാബു ജേക്കബ് പുത്തൻകുരിശ് പോലീസിലേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് പോകുമോ? തയ്യാറായി കഴിഞ്ഞോ? ഇന്ന് ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട് അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ളത്. ഈ സാബു ജേക്കബിനെതിരെ MLAയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ സാബു ജേക്കബ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കവേ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അത് സാബു ജേക്കബിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. പക്ഷേ അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കണം, മുൻകൂർ നോട്ടീസ് നൽകി വിളിപ്പിച്ചാൽ കൃത്യമായി ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ 9 മണിക്കും 11 മണിക്കും ഇടയിലുള്ളൊരു സമയത്ത് സാബു ജേക്കബ് പുത്തൻകുരിശ് DYSPക്ക് മുമ്പാകെ ഹാജരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാസം ജനുവരി 21-നാണ് ഈ പരാതിക്ക് ആധാരമായ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളം പൂത്തൃക്കയിൽ വെച്ച് നടക്കുന്ന 2020യുടെ സമ്മേളനത്തിൽ വെച്ച് സാബു ജേക്കബ് PV ശ്രീനിജനെ വളരെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പ്രസംഗം ചൂണ്ടിക്കാട്ടി MLA മാത്രമല്ല, MLAയ്ക്ക് പുറമെ മറ്റ് 2 പേർ കൂടി സമാന സ്വഭാവത്തിലുള്ള പരാതി പുത്തൻകുരിശ് പോലീസിന് നൽകിയിരുന്നു. ഇത് ജാതീയമായും വംശീയമായും അധിക്ഷേപിക്കലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തി നിയമോപദേശം ഉൾപ്പെടെ തേടുന്ന സാഹചര്യം ഉണ്ടായി. ആ നിയമോപദേശം കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാബു ജേക്കബിനെതിരായുള്ള പരാതി നിലനിൽക്കും, അത് കേസെടുക്കേണ്ടുന്നൊരു പരാതിയാണെന്ന് പോലീസിന് ബോധ്യപ്പെടുകയും അങ്ങനെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബിനെതിരെ പോലീസ് കേസെടുക്കുകയുമായിരുന്നു. കേസെടുത്താൽ സ്വാഭാവികമായും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പോലീസിന് സാബു ജേക്കബ് കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അറസ്റ്റും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ സാബു ജേക്കബ് ഹൈക്കോടതിയെ സമീപിച്ച് താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സമ്പാദിച്ചു. പക്ഷേ സാബു ജേക്കബ് അന്വേഷണവുമായി സഹകരിക്കണം, പോലീസിൽ ഹാജരാക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്ന് കോടതി കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ 10 മണിയോടെ, ഒരുപക്ഷെ അതിന് മുൻപ് 9 മണിക്കും 11 മണിക്കും ഇടയിലുള്ളൊരു സമയത്ത് സാബു ജേക്കബ് പുത്തൻകുരിശ് DYSPക്ക് മുമ്പാകെ ഹാജരാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സാബു ജേക്കബിനെതിരെ ഇപ്പോൾ വന്ന ഈ ശ്രീനിജൻ MLAയുടെ ഈ ഒരു പരാതി മാത്രമല്ല, 2 വർഷം മുൻപും ഇതേ രീതിയിലുള്ളൊരു പരാതി സാബു ജേക്കബിനെതിരെ വന്നിരുന്നു. അത് 2022 ഓഗസ്റ്റ് 17-നാണ്. അന്ന് ഐക്യരനാട് കൃഷിഭവനിൽ നടന്ന കർഷക ദിനാഘോഷം, ആ പരിപാടിയിൽ വെച്ചും സമാനമായ രീതിയിൽ MLA അപമാനിച്ച സംഭവം ഉണ്ടായി. അന്ന് MLA പ്രസംഗിക്കാൻ വരുമ്പോഴേക്കും ഈ 2020യുടെ അംഗങ്ങൾ വേദി വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ജാതീയമായ അധിക്ഷേപിക്കലാണ് എന്ന് ചൂണ്ടിക്കാട്ടി അന്ന് MLA പരാതി നൽകുകയും ആ പരാതിയിൽ സാബു ജേക്കബിനെ 1-ാം പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരുന്നു. 2 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും അതേ രീതിയിലുള്ള സംഭവം ആവർത്തിച്ചിരിക്കുന്നു. സാബു ജേക്കബിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുന്നു. ഇന്ന് സാബു ജേക്കബിന് ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടിയും വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശരത്ത്, സാബു ജേക്കബ് ഈ കേസിൽ ഏത് തരത്തിലാണ് MLA ജാതീയമായി അധിക്ഷേപിച്ചത്? മാത്രമല്ല, ഈ കുന്നത്താട് MLA എന്ന നിലയിൽ MLA നിരന്തരം ഈ രൂപത്തിൽ കടന്നാക്രമിക്കുക, ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക എന്ന നിലയിലേക്ക് 2020യും അതിൻ്റെ തലവനായിട്ടുള്ള സാബുവും നിരന്തരം പോകുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് 2020 സമ്മേളനം നടക്കുന്ന വേദികളൊക്കെ ഈ PV ശ്രീനിജൻ MLA അധിക്ഷേപിക്കാനുള്ളൊരു അവസരമായി സാബു ജേക്കബ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പൊതുവേ ഉയർന്നു വരുന്ന ആക്ഷേപം. അത് അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും അത്തരത്തിലുള്ള മോശം വാക്കുകൾ, അതായത് ഈ കഴിഞ്ഞ ഈ പൂതൃക്കയിൽ നടന്ന സമ്മേളനത്തിൽ തന്നെ PV ശ്രീനിജൻ രാവിലെ ഒരുങ്ങിയിരിക്കുകയാണ്, ഓരോ പരിപാടിയും നോക്കിയിരിക്കുകയാണ്. മാത്രമല്ല ജന്തുവിനോടൊക്കെ ഉപമിക്കുന്ന രീതിയിലൊക്കെ സാബു ജേക്കബ് സംസാരിച്ചിരുന്നു. ആ പ്രസംഗം പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഈ മണ്ഡലത്തിൽപ്പെടുന്ന ഒരു യുവതി നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു യുവതിയാണ് നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നത്. താൻ ഉൾപ്പെടുന്ന സമൂഹത്തെ അപമാനിക്കുന്ന രീതിയിലാണ് സാബു ജേക്കബ് ഇത്തരത്തിൽ സംസാരിച്ചത്, അതുകൊണ്ട് സാബു ജേക്കബിനെതിരെ കേസെടുക്കണം എന്ന യുവതി പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അവിടുത്തെ തന്നെ CPIM പ്രവർത്തകനായ ജോഷി വർഗീസ്
ഈ രീതിയിലുള്ള പരാതി നൽകിയിരുന്നു. ആ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് സാബു ജേക്കബിൻ്റെ ഈ പ്രസംഗം കലാപത്തിന് പ്രേരിപ്പിക്കുന്നതാണ്. അതായത് എതിർ വിഭാഗത്തിന് ആരെയാണോ സാബു ജേക്കബ് ഉദ്ദേശിക്കുന്നത് ആ വിഭാഗത്തിലുള്ളവരെ കലാപത്തിന് പ്രേരിപ്പിക്കുന്നത് കൂടിയാണ് സാബു ജേക്കബിൻ്റെ പ്രസംഗം എന്ന് ചൂണ്ടിക്കാട്ടി ജോഷി വർഗീസും പരാതി നൽകിയിരുന്നു. ആ പരാതിയിലും സാബു ജേക്കബിനെതിരെ കലാപശ്രമത്തിന് മറ്റൊരു കേസ് കൂടി ഉണ്ട്. അതിൻ്റെ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് MLA തന്നെ നേരിട്ട് ഇത്തരത്തിൽ തന്നെ ജാതീയമായി അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയത്. അത് ഈ പ്രസംഗം ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു MLAയുടെയും പരാതി. പ്രത്യേകിച്ച് ജന്തുവിനോടൊക്കെ ഉപമിക്കുന്ന രീതിയിൽ സാബു ജേക്കബ് സംസാരിച്ചു. അത് ജാതീയമായും വംശീയമായും അധിക്ഷേപിക്കുന്നതാണ് എന്നാണ് PV ശ്രീനിജൻ MLA ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് സാബു ജേക്കബിനെതിരെ വീണ്ടും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുത്തത്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേസ്. അതുകൊണ്ട് ആ കേസ് നിലനിൽക്കും എന്നുള്ളതിൽ പൂർണ്ണ ബോധ്യം പോലീസിനുണ്ട്. തുടർ നടപടികളുടെ ഭാഗമായി സാബു ജേക്കബിനെ ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും നമ്മളുമായി പങ്കുവച്ചത്.